പ്രിയ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് നമ്മുടെ രാജ്യത്ത് നടക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹോത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു. മുൻ കാലഘട്ടങ്ങളിലൊന്നും ഈ തെരഞ്ഞെടുപ്പൊന്നും പൊതുവെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് രാഷ്ട്രീയക്കാർക്കല്ലാതെ വലിയ പ്രാധാന്യമുള്ള ഒരു വിഷയമല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കാലം മാറിയതോടെ ഇന്നലെ ഞാൻ പറഞ്ഞ മാറ്റത്തിനനുസരിച്ച് നമ്മളും മാറണമെന്ന് പറഞ്ഞതുപോലെ എല്ലാ കുടിലോട്ട് കൊട്ടാരം വരെയും ആബാലവൃദ്ധ ജനങ്ങളും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരും ഇപ്പോൾ രാഷ്ട്രീയ ബോധമുള്ളവരാണ്. എനിക്കത് കൂടുതലായിട്ട് മനസ്സിലായത് ഇപ്രാവശ്യം മനസ്സിലായത്. കാരണം ഇതിനു മുമ്പുള്ള തിരഞ്ഞെടുപ്പുകളിലൊന്നും ഇത്രയധികം രാഷ്ട്രീയം അല്ലെങ്കിൽ രാജ്യപുരോഗതി അല്ലെ രാഷ്ട്രം അല്ലെ സംസ്ഥാനം ഇതൊന്നും ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ഇത്തവണ വളരെ വ്യത്യസ്തമായിട്ട് ഞാൻ ഒരുപാട് വീഡിയോകൾ ചാനലുകൾ കാണാറുണ്ട്. അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളുമായിട്ട് ചാനലുകാർ സംവദിക്കുമ്പോൾ അവർക്ക് എന്ത് അറിവാണെന്ന് ഞാൻ ആലോചിച്ചു. അതായത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിയെപ്പറ്റിയും നമ്മുടെ രാഷ്ട്രത്തിന് ലോകരാജ്യങ്ങൾക്കിടയിലുള്ള മതിപ്പിനെ പറ്റിയും എല്ലാം വളരെ നല്ല അഭിപ്രായമാണ്, ഉറച്ച അഭിപ്രായങ്ങൾ, വളരെ ക്രിയാത്മകമായ അഭിപ്രായങ്ങൾ പറയാൻ, അതിനെപ്പറ്റി നല്ല അവബോധത്തോടെ സംസാരിക്കാൻ, എല്ലാത്തിനെപ്പറ്റിയും നല്ല അവയർനെസ്, ഇതൊക്കെ എനിക്കങ്ങ് അത്ഭുതം തോന്നുകയാണ് ചെയ്തത്. ഓരോ മണ്ഡലങ്ങളും വളരെ രസകരമായിട്ട് ഞാനും വീഡിയോകൾ കാണാറുണ്ട്. ഞാൻ വീഡിയോ ചെയ്യുമെങ്കിലും എല്ലാവരുടെയും വീഡിയോ കാണുക എന്നുള്ളത് അതാണല്ലോ നമ്മൾ വേണ്ടത്. നമ്മുടെ കാര്യം മാത്രം നമ്മൾ പറയുക, ചെയ്യുക, മറ്റുള്ളവരെ കാണിക്കുക, അതല്ലല്ലോ. നമ്മളെപ്പോഴും മറ്റുള്ളവരെ അംഗീകരിക്കാനും മറ്റുള്ളവരെ സ്വീകരിക്കാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളെ അംഗീകരിക്കാനും നമുക്കൊരു രാഷ്ട്രീയ ബോധം കാണും. നമുക്ക് കാലാകാലങ്ങളിൽ മാറി വരുന്ന രാഷ്ട്രീയ ചിന്താഗതികൾ കാണും. ഇതൊക്കെ ഉണ്ടെങ്കിലും എതിർഭാഗത്തെ കൂടെ അംഗീകരിക്കാനായിട്ടുള്ള മനസ്സില്ലെങ്കിൽ നമ്മളൊരു നല്ല വ്യക്തി എന്ന നിലയ്ക്ക് അത് ഒരിക്കലും അതൊരു വിജയമല്ല. പക്ഷെ പലപ്പോഴും കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മാറ്റങ്ങളൊന്നും ഉൾക്കൊള്ളാൻ പറ്റാത്ത, നമ്മൾ കണ്ണടച്ച് പിടിച്ചിരിക്കുക മാറ്റങ്ങൾക്കെതിരെ, അത്തരം ആളുകൾ ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് പുരോഗതി വരാത്തതെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ആങ്ങളയുടെ വിഷമം കണ്ടാലും വേണ്ടിയല്ല, നാത്തൂൻ്റെ സങ്കടം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ പണ്ടുണ്ടായിരുന്നു. അത് പറഞ്ഞ പോലെ ആണ് ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള നമ്മുടെ നാട്ടിലെ ഒരു ചിന്താഗതി പോകുന്നത്. അതിന് പ്രത്യക്ഷ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ ഒരാളുമായിട്ട് സംസാരിച്ചു. അതെനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഇതാണ് കിട്ടിയത്. പക്ഷേ ഇന്ന് ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചു. പക്ഷേ എനിക്ക് അറിയാമായിരുന്നു എല്ലാവരും സോഷ്യൽ മീഡിയ വഴി ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകൾ അവരെന്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ നിൽക്കുന്നു. നമ്മളൊന്ന് മൂവ് ചെയ്യണ്ടേ? നമ്മുടെ പാർട്ടിക്ക് നമ്മൾ സ്വയം നവീകരിക്കണമെങ്കിൽ, നമ്മൾ നല്ലൊരു വ്യക്തിത്വം രൂപീകരിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും മൈനസ് പോയിൻ്റ് ഉണ്ടോ നമ്മൾ മനസ്സിലാക്കണം ആദ്യം. അപ്പോഴും മാത്രമേ നമുക്ക് കൂടുതൽ ഉയരാൻ പറ്റൂ, നമ്മുടെ വ്യക്തിത്വത്തെ ഒന്ന് മാറ്റാൻ പറ്റൂ, അല്ലെങ്കിൽ കൂടുതൽ അതിനെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു മോഡിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇംഗ്ലീഷിലെ വാക്ക് ഉപയോഗിച്ചാൽ നമ്മളെ ഒന്ന് നവീകരിക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ ചിന്തകളും നമ്മുടെ ആശയങ്ങളും നമ്മുടെ അഭിലാഷങ്ങളും എപ്പോഴും മറ്റുള്ളവരെ കൂടെ ബന്ധിപ്പിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുമ്പോൾ മാത്രമേ നമ്മൾക്ക് സ്വയം മോഡിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതല്ലാതെ ചില രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകൾ, അയ്യോ എൻ്റെ ഈശ്വരാ, എനിക്ക് ഞാൻ സോഷ്യൽ മീഡിയയിലെ ഒരുപാട് യൂട്യൂബ് ചാനലിലെ ആളുകൾ പറയും ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചിന്താഗതിക്കാരെ ഒരു വിധത്തിലും മാറ്റാൻ പറ്റത്തില്ലെന്ന്. അത് സത്യം 100 അല്ല 200 അല്ല 300% സത്യമാണെന്ന് എനിക്ക് പലരുമായിട്ടും കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിക്കാരുമായിട്ട് സംസാരിക്കുമ്പോൾ മനസ്സിലായി. ഞാൻ അവരോട് ചോദിച്ചു, ഈ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ എന്താ? കമ്മ്യൂണിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ലോകരാജ്യങ്ങളിൽ നിന്ന് മുഴുവനേ കമ്മ്യൂണിസം തുടച്ച് നീക്കപ്പെട്ടു. കാരണം സാർവജനീയമായിട്ട് ജനം അതിനെ തിരസ്കരിച്ച് കളഞ്ഞു. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് യൂണിയൻ എത്ര രാജ്യങ്ങൾ ചേർന്നതായിരുന്നു, അതെല്ലാം ഭിന്നിച്ചു പോയില്ലേ. പക്ഷേ ഇപ്പോഴും റഷ്യയിൽ ജനാധിപത്യമുണ്ടോ? ചൈനയിൽ ജനാധിപത്യമുണ്ടോ? കൊറിയയിൽ ജനാധിപത്യമുണ്ടോ?
ഞാൻ ഇതൊക്കെ ആ ആളുകളോട് ചോദിക്കുന്നുണ്ട്. കാരണം എനിക്ക് സംശയമുള്ള കാര്യം ആർക്കെങ്കിലും അതിനൊരു മറുപടി പറഞ്ഞു തരാൻ പറ്റുമോ? ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായിട്ട് ഇന്ത്യ എന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇന്നും പറയുന്നു, നാളെയും പറയുന്നു. അത് നിലനിൽക്കുന്നത് ഈ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒന്നും ഗുണം കൊണ്ടല്ല, നമ്മുടെ ഭാരതത്തിൻ്റെ തനതായ ആ സംസ്കാരം കൊണ്ടാണ്. ഭാരത പൗരന്മാരുടെ ആ സാംസ്കാരിക ബോധം കൊണ്ടാണ്, പൗരബോധം കൊണ്ടാണ്. അത് കേരളീയർക്ക് മാത്രമേ ഉള്ളൂ. എപ്പോഴും നമ്മൾ എല്ലാവരെക്കാട്ടും കേമന്മാരാണ്, കേമന്മാരാണ്, കേമന്മാരാണ്. എന്തിൽ? അപ്പോൾ കേരളത്തിന് വെളിയിലുള്ളവരെല്ലാം മോശക്കാരാണോ? ഞാൻ കേരളത്തിന് വെളിയിലൊക്കെ ഞാൻ കേരളത്തിൽ ജോലി ചെയ്തതുകൊണ്ടും എപ്പോഴും ഞാനാണ് എല്ലാവരെക്കാട്ടിലും കേമൻ, മലയാളി 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 കേമൻ. ഒരിക്കലുമല്ല. നമുക്ക് നമ്മുടേതായ സംസ്കാരമുണ്ട്. നമ്മൾ ആ മോശക്കാരെയല്ല, നമ്മൾ മിടുമിടുക്കന്മാരാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, ലോകത്തിൻ്റെ ഏത് ഭാഗത്തും ചെന്ന് ജോലി ചെയ്യാനും ആരെ നയിക്കാനും കഴിവുള്ള മലയാളിയെ പോലെ മനസ്സുള്ള ഒരു മറ്റ് ഭാരതീയനും കാണത്തുപോലുമില്ല. പക്ഷേ അതുകൊണ്ട് മലയാളിയാണ് ഏറ്റവും വലിയ തത്വചിന്താക്കാരൻ, ഫിലോസഫർ, എല്ലാത്തിലും മികച്ചത്. ഞാൻ മലയാളി പറയുന്നതാണ് ശരി, മലയാളി ഇങ്ങനെ ആകാവൂ എന്നൊക്കെ ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? മലയാളി മാറിയാൽ എന്താ കുഴപ്പം? നമ്മളെ 70 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരുന്നത് ആരാ? കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കുന്നു. നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം രാജ്യം പുരോഗമിച്ചിട്ടുണ്ട്, ആരും പറയുന്നില്ല. പക്ഷേ അത് വളരെ മന്ദഗതിയിൽ എഴഞ്ഞെഴഞ്ഞെഴഞ്ഞുള്ള, അതുകൊണ്ടാണ് പാശ്ചാത്യരെക്കാട്ടി നമ്മൾ 100 വർഷം പുറകെ കിടക്കുന്നത്. ഇനി നമ്മൾ 50 വർഷം പരിശ്രമിച്ചാലേ അവരൊപ്പം ആകണോ? ആകണ്ടായോ? അപ്പോൾ പറയുമോ നമുക്കിതൊക്കെ മതിയെന്ന്. എല്ലാവരും ഒരുപോലെ ഉയരുകയും വേണം. കമ്മ്യൂണിസം പറഞ്ഞ എന്തുവാ? തുല്യത. മൂലധനമൊന്നും കുറേ പേരുടെ മാത്രം മുതലാളിമാരുടെ ക്യാപിറ്റലിസത്തിനെതിരാണ്. ഇപ്പം ക്യാപിറ്റലിസം ആരുടെയിലാ ഉള്ളത്? ക്യാപിറ്റൽ ആരുടെയിലാ ഉള്ളത്? ചൈനയുടെയിലുണ്ട്, റഷ്യയുടെയിലുണ്ട്, കൊറിയയുടെയിലുണ്ട്. ഇനി കൊറിയൻ കമ്മ്യൂണിസ്റ്റ് രാജ്യമല്ലായിരുന്നു? അങ്ങനെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളെല്ലാം നമ്മൾ സഫാരി ചാനൽ കണ്ടാൽ അറിയാം. റഷ്യയിലും അതുപോലെ മറ്റ് പല രാജ്യങ്ങളിലൂടെയും അദ്ദേഹം അദ്ദേഹമാണ് എൻ്റെ യാത്രയുടെ മോഡൽ, വേറെ ആരുമല്ല. അപ്പോൾ അദ്ദേഹം സഞ്ചരിച്ചിട്ടുള്ളപ്പോഴേ ഈ സാർ ചക്രവർത്തിമാരും അത് കഴിഞ്ഞ് അതെല്ലാം പിടിച്ചടക്കി ഫ്രാൻസിലും ഇവിടെ എല്ലാം ഒരുപാട് സ്വാതന്ത്ര്യ സമരം നമ്മൾ പഠിച്ചിട്ടുമുണ്ട്. ഇതെല്ലാം സാധിച്ചെടുത്തതിന് ശേഷവും കമ്മ്യൂണിസ്റ്റ് രാജ്യം വന്നു. അപ്പോൾ എല്ലാവർക്കും സമമായിട്ട് എല്ലാവരും ഇക്വാലിറ്റി. എന്തൊരു സുന്ദര സ്വപ്നം! ഞാനും ആഗ്രഹിച്ചതാണ്. ഞാൻ നിങ്ങളോട് ഇപ്പോൾ തുറന്നു പറയുകയാണ്, ഞാൻ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയായിരുന്നു. കമ്മ്യൂണിസം എന്താണെന്ന് അറിഞ്ഞുകൊണ്ടല്ല. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുമെന്ന് പറയുമ്പോഴത്തേന് എൻ്റെ രോമമൊക്കെ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നു, രക്തമൊക്കെ തിളയ്ക്കുമായിരുന്നു. ഭാരതം എന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് നമ്മുടെ കവി പാടിയത്, സ്വാതന്ത്ര്യസമരകാലത്ത് എഴുതിയ കവിത. അതെപ്പോഴും നമ്മുടെ മനസ്സിലിങ്ങനെ തുള്ളിക്കളിച്ചുകൊണ്ടിരുന്നതാണ്. അതുപോലെ തന്നെ ഈ സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുമെന്നും അതിൻ്റെ ബാക്കിയൊക്കെ ഉണ്ട്. പിന്നെ താമരയുടെ പാട്ടൊക്കെ ഉണ്ടല്ലോ, തോപ്പിൽ ബാസിയുടെയൊക്കെ നാടകത്തിൽ ഉടനീളം കേട്ടത്. അവരിപ്പോൾ അത് വിട്ടു. അപ്പോൾ ലോകത്തു നിന്ന് കമ്മ്യൂണിസമേ പോയി. കാരണം കമ്മ്യൂണിസം ലോക ജനത അംഗീകരിക്കാൻ പറ്റാത്ത മാനുഷികമായിട്ടുള്ള മൂല്യങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ സങ്കല്പങ്ങൾക്ക് ഒന്നും വില കൊടുക്കാത്ത വേറെ ഒരു സംഭവമായിട്ട് അവർ കൊണ്ടുവന്നതുകൊണ്ട് അത് ഏകാധിപത്യത്തിലേക്ക് പോവുകയും അവിടെ ഈക്വാലിറ്റി ഒന്നും ഇല്ലാതായി. റഷ്യയിലെ കമ്മ്യൂണിസമാണോ? പുടിൻ ഇപ്പം എത്രാമത്തെ പ്രാവശ്യമാണ് പ്രസിഡൻ്റ് ആകുന്നത്? ചൈനയിലെ എത്രാമത്തെ പ്രാവശ്യം അവിടുത്തെ ഇപ്പോൾ പ്രസിഡൻ്റായിട്ടിരിക്കുന്ന അദ്ദേഹം? അതുപോലെ നോർത്ത് കൊറിയ ഒരു ഏകാധിപത്യ രാജ്യമല്ലേ? അപ്പോൾ കമ്മ്യൂണിസം ഉള്ളിടത്ത് ജനാധിപത്യം ഉണ്ടോ? അതാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ചിന്തിക്കണ്ടേ. ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഞാൻ ഇത് പറയുന്ന ഉടനെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നിങ്ങൾ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്തോ, പക്ഷെ എനിക്കതൊരു വിഷയമേ അല്ല. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരിയായിരുന്നു. ഞാൻ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന് വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ എനിക്കൊരു മടിയുമില്ല താനും. പക്ഷേ ക്യാപിറ്റലെല്ലാം കുറേ ആളുകളിൽ മാത്രം ഒതുങ്ങുകയും കമ്മ്യൂണിസം എന്നുള്ള ഒരു സങ്കല്പത്തിൻ്റെ
സങ്കല്പത്തിൽ നിന്നും എല്ലാവർക്കും സമത്വവും തുല്യമായ ജീവിതവും പിന്നെ എല്ലാവർക്കും സുഖകരമായുള്ള ജീവിത വ്യവസ്ഥയും സമ്പത്ത് വ്യവസ്ഥ ഈക്വലായിട്ട് വരികയും ഒക്കെ അങ്ങനെ ഒന്നും ഈക്വലായില്ലേലും വേണ്ടുകയില്ല, പാവങ്ങളില്ലാതിരിക്കുന്ന ഒരവസ്ഥ. പക്ഷേ കോമരനെ കുമ്പില്ല, ഇന്നും കഞ്ഞി. അത് സത്യമായ കാര്യം. അവനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അവനെ അവിടെ തന്നെ ഇട്ടിരിക്കുക. ഒന്നും കൊടുക്കാതിരുന്നിരുന്നെങ്കിൽ ഈ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ പറ്റുന്നവർ മുകളോട്ട് വന്നേനെയായിരുന്നു, ഉയരണമെന്ന്. അങ്ങനെ ഉയരാനുള്ള അവസ്ഥ കൊടുക്കാതെ നക്കാപ്പിച്ച കൊടുത്ത് അവരെ ഇങ്ങനെ അണികളാക്കി നിർത്തിയിരിക്കുന്ന ഒരു സംവിധാനം. ആ സംവിധാനത്തിൽ നിന്ന് പുറത്ത് എല്ലാ രാജ്യങ്ങളും മാറിക്കഴിഞ്ഞു. ചൈനയിൽ യുവജനങ്ങൾ നടത്തിയ സമരത്തിന് എത്രായിരം യുവാക്കളെ, യുവജീവനുകളെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഏകാധിപതികൾ കൊന്നൊടുക്കിയെന്നുള്ള ചരിത്രം ഒരു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാരനും പറയാനില്ല. അപ്പം അവരവരുടെ രാജ്യത്തിൻ്റെ സംസ്കാരമാണ് വലുത്. നമുക്ക് ഭാരതമാണ് വലുത്, ഭാരതത്തിൻ്റെ സംസ്കാരമാണ് വലുത്. ഭാരതം ലോകത്തിൻ്റെ നെറുകയിലെത്തണം, ഭാരതം ലോകത്തിൻ്റെ നേതാവാകണം, ഭാരതം പറയുന്ന വാക്കിനെ അല്ലെ ഭാരതത്തിൻ്റെ ഭരണാധികാരികൾ പറയുന്ന വാക്കുകൾ ലോകം കേൾക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു ഭാരതീയൻ എന്ന നിലയ്ക്കാണ് ഞാൻ ഇത്രയും കാര്യം പറയാം. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. ഇന്ന് ഞാനിട്ട പോസ്റ്റ്, ഞാൻ സ്ത്രീകൾ പൊതുവെ ഇപ്പോൾ വോട്ട് ചെയ്യുന്നു. ഞാൻ പറഞ്ഞല്ലോ, എല്ലാവരും വളരെയധികം ചിന്തിക്കുന്നുണ്ട്, ഇന്നലെ നാളെ മാറ്റം ഉണ്ടാകും. ഇപ്പോൾ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ BJP എന്നോ വെച്ചിട്ടല്ല ഞാനീ പറയുന്നത്. ഞാനൊരു വ്യക്തിഗത ചെയ്യാനോ രാഷ്ട്രീയ പാർട്ടിയെ മോശമായിട്ട് ചിത്രീകരിക്കാനോ അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ ഈ 70 വർഷക്കാലം നമ്മൾ വോട്ട് ചെയ്തിട്ട് നമ്മൾ ഈ നകത്തെ മഷിയും ഒഴിച്ച്, ഞാൻ ഒത്തിരി അടുത്ത് ഇലക്ഷൻ ഡ്യൂട്ടിയിലൊക്കെ ഇരുന്നിട്ടുണ്ട്. എല്ലാവരും പാവങ്ങൾ വന്ന് വോട്ട് ചെയ്തിട്ട് പോകും, ഞാനും ചെയ്യും. ആര് ജയിച്ചോ ജയിച്ചില്ലയോ, നമുക്ക് എന്തെങ്കിലും കിട്ടിയോ കിട്ടിയില്ലയോ, നമ്മൾ ആ ഉള്ള ജീവിത സാഹചര്യത്തിൽ നമ്മളങ്ങ് പോവുകയാണ്. പക്ഷെ ഇന്ന് അതല്ല, കാലം മാറി. അപ്പം നമ്മൾക്ക് അവകാശങ്ങളുണ്ട്, രാജ്യത്തിന് സമ്പത്തുണ്ട്. ആ സമ്പത്ത് ഓരോ പൗരനും അവകാശപ്പെട്ടതാണ്. അവന് സുഖമായിട്ട് ജീവിക്കാനുള്ള ഇടം വേണം, സ്ഥലം വേണം, വീട് വേണം, വായു വേണം, വെള്ളം വേണം, വഴി വേണം, പൈസ വേണം, ഭക്ഷണം വേണം. ഇതൊക്കെ ഇല്ലാത്തവന് അതിനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാനുള്ള, എല്ലാവർക്കും വാരിക്കോരി ഇങ്ങനെ കൊടുക്കുവല്ല, തൊഴിൽ ഉണ്ടാക്കി കൊടുക്കണം. അതിനുള്ള തൊഴിൽ സംസ്കാരം വേണം. അത് കേരളത്തിലുണ്ടോ? എന്നും ഇങ്ങനെ തന്നെ കേരളം എഴഞ്ഞെഴിഞ്ഞ് പോയാൽ മതിയോ? ഭാരതം എഴഞ്ഞെഴിഞ്ഞ് പോകുമായിരുന്നു. 70 വർഷം കൊണ്ട് എഴഞ്ഞെത്തി. ഇപ്പോൾ 10 വർഷം കൊണ്ട് കുതിച്ച് ചാടി പോകുന്നുണ്ട്. ആ കുതിച്ച് ചാടുക തന്നെ ചെയ്യും, കുതിച്ചു പോകും. 3ാമത്തെ ലോക സമ്പദ് വ്യവസ്ഥയിൽ 3ാമത്തെ രാജ്യമായിട്ട് ഭാരതം മാറിയെന്ന് പറയുന്നത് ചെറിയ കാര്യമാണോ? അപ്പോൾ ചോദിക്കും, ഗ്യാസിൻ്റെ വില 1000-ന് കൂടുതലായില്ലേ? അരിയുടെ വില ഇത്രയുമായില്ലേ? പെട്രോളിൻ്റെ വില ഇത്രയുമായില്ലേ? പെട്രോളിൻ്റെ വില ഇത്രയുമായെങ്കിലേ എത്രയോ റോഡ് വികസനം വന്നു. അതുപോലെ പെട്രോളിൻ്റെ വില കൂടിയെങ്കിലേ നമ്മൾ എത്രയോ വീടുകളിൽ പിന്നെ ഈ വിറക് കത്തിച്ച് അടുപ്പ് പുകഞ്ഞ് പാവങ്ങൾ ജീവിച്ചിരുന്ന സമയത്ത് അവർക്കെല്ലാം കേന്ദ്ര ഗവൺമെൻറ് സൗജന്യമായിട്ട് ഗ്യാസ് കൊടുത്തില്ലേ? അതുപോലെ ഇലക്ട്രിസിറ്റി എത്താത്ത എല്ലാ സ്ഥലത്തും ഇലക്ട്രിസിറ്റി എത്തിയില്ലേ? നമ്മുടെ ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിച്ചില്ലേ? അപ്പോൾ ഇതിനൊക്കെ പൈസ വേണ്ടേ? റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കണം, വന്ദേ ഭാരത് വരണം, ഭയങ്കര സ്പീഡുള്ള ട്രെയിൻ വരണം, എൻ്റെ ആഗ്രഹമാണ്. അതുപോലെ പലർക്കും ആഗ്രഹം കാണും. ഈ ആഗ്രഹങ്ങൾ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ മിഡിൽ ക്ലാസ്സുകാർ അല്ലെങ്കിൽ നമ്മളെല്ലാവരും കുറച്ച് സഹിച്ചേ പറ്റൂ. അപ്പം നമുക്ക് സാധനങ്ങൾക്കോ പെട്രോളിനോ ഒക്കെ വില കൂടിയെന്നിരിക്കും. പെട്രോളിന് വില കൂടിയ ഭയങ്കര പ്രശ്നമാണ്. കറണ്ട് ചാർജ് കൂടുന്നതിന് കേരളത്തിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അല്ലേ, മൊബൈലിനകത്ത് പിന്നെയും പൈസ നിറച്ചിടാൻ യാതൊരു വിഷമം ആർക്കുമില്ല. അതുപോലെ അദാനി അംബാനി എല്ലാം കുറ്റം പറയുക. ഇന്നൊരാളെന്നോട് പറഞ്ഞതാ, അദാനി അങ്ങനെ ചെയ്തു, അദാനി ഇങ്ങനെ ചെയ്തു. ഈ അദാനി അംബാനിയൊക്കെ നമ്മുടെ ഇന്ത്യക്കാരല്ലേ. ആമസോണോ? അതിന് നിങ്ങൾക്കൊരു കുഴപ്പമില്ല. ആമസോൺ ഇന്ന് ഓരോ വീട്ടിലും സാധനം എത്തിക്കുന്നതുകൊണ്ട് ഇവിടുത്തെ പാവങ്ങളുടെ കടയെല്ലാം പൂട്ടിപ്പോയി. ചെങ്ങന്നൂർ നോക്കി പത്തനംതിട്ട ജില്ല എടുത്താൽ എല്ലാ സ്ഥലങ്ങളിലെയും കടകൾ. പിന്നെ ബാക്കി എല്ലാം എവിടെ വരും? ആമസോൺ വഴി ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടി, അത് വേറൊരു കാര്യം. പക്ഷെ ഒരുപാട് പേരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. പഴയ കാപ്പി കടക്കാരനില്ല, മുറുക്കാൻ കടക്കാരനില്ല, സ്റ്റേഷനറി കടക്കാരനില്ല, പലചരക്ക് കടക്കാരനില്ല. ഉണ്ട് അവിടെ ഇവിടെ. അതും സൂപ്പർ മാർക്കറ്റാണ്. പലചരക്ക് കടക്കാരൻ്റെ കടയിൽ കിട്ടുന്ന കടല പായ്ക്ക് ചെയ്ത് സൂപ്പർ മാർക്കറ്റിൽ ചെന്ന്
2 രൂപ കൂടുതൽ കൊടുത്ത് എപ്പോഴെങ്കിലും അവർ ഒരു നക്കാപ്പിച്ച് ഓഫർ വെക്കും, നമ്മൾ ഓടിപ്പോയി അവിടെ വാങ്ങിക്കും. സൂപ്പർ മാർക്കറ്റ് ഈ പാവം പിടിച്ചോ നമ്മുടെ നാട്ടിൽ കടയും കൊണ്ടിരിക്കുന്നുണ്ട്, പോകത്തില്ല. പച്ചക്കറി കടയുണ്ട് നമ്മുടെ നാട്ടിൽ, പോകത്തില്ല. ആ സൂപ്പർ മാർക്കറ്റിലെ പച്ചക്കറി കടയിൽ പോയി വാടിയ പച്ചക്കറി അത് വെളിരാജ്യത്തു നിന്ന് വരുന്നതാണെന്നും പറഞ്ഞ് വാങ്ങിക്കുക. അങ്ങനത്തെ ഒരു സംസ്കാരമാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പം നിലവിലുള്ളത്. അപ്പോൾ അതെല്ലാം പോട്ടെ, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് തന്നെ വരാം. നമ്മുടെ പത്തനംതിട്ട ജില്ല രൂപീകൃതമായത് 1982 നവംബർ 1 കെ നായരാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചെന്നും ആ മഹാനുഭാവൻ്റെ മനസ്സിൽ വിരിഞ്ഞ നമ്മുടെ സ്വന്തം ജില്ല എന്ന സങ്കല്പത്തിലാണ് നമുക്ക് പത്തനംതിട്ട ജില്ല ഉണ്ടായത്. ഞാനൊരു ആലപ്പുഴ ജില്ലക്കാരിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ആലപ്പുഴക്കാരത്തിയുമാണ്. പിന്നെ ആലപ്പുഴ ജില്ലയിൽ നിന്ന് കുറച്ച് ഭാഗം അടർത്തിയെടുത്തത് കൊണ്ട് പത്തനംതിട്ട ജില്ലയിലെത്തി. അപ്പോൾ ഈ പത്തനംതിട്ട ജില്ലയിൽ പിന്നെ ഞാൻ പുറകിലോട്ടൊന്നും പോകുന്നില്ല. കഴിഞ്ഞ 3 ടേമായിട്ട് നമുക്കറിയത്തുമില്ല. പണ്ട് നമ്മൾ ജോലിയിലിരിക്കുമ്പോൾ രാഷ്ട്രീയത്തിനോട്ടൊന്നും ചിന്തിച്ചിട്ടില്ല. നമ്മൾ പോവുക, നമുക്ക് ശമ്പളം കിട്ടുക, നമ്മൾ ജീവിച്ച് പോവുക എന്നല്ലാതെ അല്ലാതെ അതിനപ്പുറം രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ ചിന്തിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ ചിന്തിക്കണം. 3 പ്രാവശ്യമായിട്ട് കോൺഗ്രസിൻ്റെ ആൻ്റോ ആൻ്റണിയാണ് നിൽക്കുന്നത്. ഈ ആൻ്റോ ആൻ്റണി പിന്നെ 3 പ്രാവശ്യമായിട്ട് നിന്നിട്ടും ഈ റെയിൽവേ സ്റ്റേഷന് അല്പമെങ്കിലും പരിഷ്കരണം ഉണ്ടായത് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ റെയിൽവേ വികസനത്തിൻ്റെ ഭാഗമായിട്ടാണ്. അവിടെ പോയിട്ട് ഒന്നും ഇരിക്കാൻ സ്ഥലമില്ല. വെയിലത്ത് പോയാൽ അവിടെ ഇവിടെ ഇച്ചിരി ഇടയേ ഉള്ളൂ. പിന്നെ ബാത്റൂം ടോയ്ലറ്റ് സൗകര്യങ്ങൾ തീരെ മോശം, കംഫർട്ട് സ്റ്റേഷൻ തീരെ മോശം. ഇതെല്ലാം പോട്ടെ, അവിടെങ്ങാനും രാവിലെയോ വല്ലതും ചെന്ന് നിൽക്കാനൊക്കുമോ, അങ്ങോട്ട് നോക്കാനൊക്കുമോ? റെയിൽവേ ട്രാക്കിലോട്ട് നോക്കിയാൽ പിന്നെ അന്ന് വെള്ളം കുടിക്കുമോ? ഈ അവസ്ഥയൊക്കെ മാറിയത് ശരിയാ, കോൺഗ്രസ് ഇത്രയും കാലം ഭരിച്ചു, ഇതെല്ലാം നേരത്തെ ഉണ്ടായിരുന്നു, അതിനു മുമ്പ് സായിപ്പന്മാരാണ് ഇത് കൊണ്ടുവന്നേ, അങ്ങനെയും കുറേ ആളുകൾ പറയുന്നുണ്ട്. ശരിയാ, അവരിവിടെ വന്നുകൊണ്ട് അവരുണ്ടാക്കി, അവർക്ക് ഓരോരോ ചരക്ക് നീക്കത്തിനും കാശുണ്ടാക്കി ഇംഗ്ലണ്ടിൽ കൊണ്ടുപോകാനും വേണ്ടി അവർ റെയിൽവേ ഉണ്ടാക്കി. അവർ വന്നില്ലായിരുന്നെങ്കിൽ ഇവിടെ റെയിൽവേ വന്നേനെ, ഇനി യാതൊരു തർക്കവുമില്ല. അപ്പോൾ റെയിൽവേക്ക് കാര്യമായ വികസനം ആൻ്റോ ആൻ്റണിയെ കൊണ്ട് അല്ലെങ്കിൽ ആ കോൺഗ്രസ് MP കൊണ്ട് സാധിച്ചിട്ടില്ല. പിന്നെ പത്തനംതിട്ടയുടെ ചെറിയ ഇടവഴി റോഡുകളെല്ലാം നാമാവിശേഷമായി കിടക്കുക. അതിന് ഉദാഹരണം ഞാൻ പെട്ടെന്ന് പറഞ്ഞത് കാരണം, ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ പുല്ലാട് ആൽമാവ് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. അതിന് അങ്ങോട്ട് പോകുന്നിടത്ത് കുറവൻകുഴി ഒരു ഗവൺമെൻറ് LP സ്കൂളിൽ അഡ്മിഷൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയം. അപ്പോൾ കാഞ്ഞിരപ്പാറ എന്ന് പറയുന്ന ഒരു ഭാഗം, ആ വഴി ഞാൻ സ്കൂട്ടറിൽ വരുമായിരുന്നു. എനിക്ക് എളുപ്പ വഴിയാണ്. ആ മലമണ്ടേന്ന് ആളുകൾക്ക് ഇറങ്ങി വരാൻ അവരെ എപ്പോൾ അവിടുന്ന് മുകളിൽ നിന്ന് ഒരു കാല് വെക്കുമ്പോൾ അവർ താഴെ വരും. അതുപോലത്തെ വഴി വളരെ മോശമായിട്ട് മനുഷ്യൻ നടന്നു പോകാൻ പറ്റും. സ്കൂട്ടർ കയറി വരാനും ഒന്നും വരാനുള്ള നല്ല വഴികളില്ല, വണ്ടി വരാൻ ഒരു വഴിയില്ല. സ്കൂളിൽ കുട്ടികൾ വരാൻ ഞങ്ങൾ വളരെ പ്രയാസപ്പെട്ടാണ് കുട്ടികൾ അവിടെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അക്കാലത്ത് ഈ ആൻ്റോ ആൻ്റണിക്ക് ഏതാണ്ട് ഒരു സ്വീകരണം പുല്ലാട്ട് കൊടുത്തു. ഞാനും പോയി. എനിക്ക് ആരുടെയും പേര് പറയാനൊന്നും മടിയില്ല, ഞാൻ അനുഭവിച്ച കാര്യം എന്നും പറയുന്നത്. അവിടെ ചെന്നു. അപ്പോൾ എനിക്കും അങ്ങേർക്കൊരു ബൊക്കെ കൊടുക്കാനുള്ളൊരവസരം. അതായത് ഞങ്ങളുടെ സ്കൂള് പൊതുവെ നല്ലൊരു സ്കൂളായിട്ട് അറിയപ്പെടുന്ന കുറച്ച് ഗവൺമെൻറ് സ്കൂളേ ഉള്ളൂ, അതിലൊരു അഡ്മിഷൻസ് ആയിട്ട് ഇരുന്ന് പ്രവർത്തിച്ചതുകൊണ്ട് തീരെ കുട്ടികളില്ലാത്ത സ്കൂളായിരുന്നു. ഞങ്ങളുടെ അധ്യാപകരും ഞാനും ഒക്കെ ചേർന്ന് അതിനൊരു വ്യത്യാസം വരുത്തിയതുകൊണ്ട്, സർക്കാർ സ്കൂളിൽ പിള്ളേർ വരത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ എനിക്കൊരു അംഗീകാരം ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു ബൊക്കെ കൊടുക്കാൻ, അപ്പം ഞാൻ വലിയ കാര്യത്തിൽ വന്നു, ബൊക്കെ കൊടുത്താണ് ഞാനൊരു എനിക്ക് ഈ കത്തെഴുതാനും നിവേദനം എഴുതാനും ഒക്കെ നല്ല വശമാണ്. അപ്പം ഞാനൊരു നിവേദനം എഴുതി, ആ കാഞ്ഞിരപ്പാറ റോഡ് ഒന്ന് MP ഫണ്ടിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊന്ന് ശരിയാക്കി തരണമെന്ന് പറഞ്ഞു. അയാൾ വലിയ കാര്യത്തിൽ അതങ്ങോട്ട് മേടിച്ചു, സെക്രട്ടറിക്ക് കൊടുത്തു. അയാൾ ആ വഴിക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പത്തനംതിട്ടക്കാരോട് ചോദിക്കാം. പത്തനംതിട്ട ഇത്രയും പ്രകൃതി അനുഗ്രഹിച്ച ഒരു ജില്ലയില്ല കേരളത്തിൽ. അതുപോലെ പിന്നെ ഏറ്റവും ശുദ്ധവായു ശ്വസിക്കാൻ ഓക്സിജൻ കൂടുതലുള്ള സ്ഥലം, പിന്നെ എല്ലാവരും നല്ലോണം പഠിച്ച് എല്ലാവരും വെളിയിലെല്ലാം പോയി ജോലി വാങ്ങിച്ചു. പിന്നെ സാമ്പത്തികമായിട്ട് കുമ്പനാടൊക്കെ അങ്ങനെയാണല്ലോ, പിന്നെ വളരെ ഉയർന്ന ഒരു ജില്ല. മറ്റു ജില്ല ഇപ്പോൾ അതൊക്കെ പോയി, ഇപ്പോൾ അതൊക്കെ താഴെ പോയി വേറെ ജില്ലകളാണ്. അപ്പോൾ അങ്ങനെയുള്ള പത്തനംതിട്ട ജില്ല പിന്നെ നദികൾ കൊണ്ട് സമ്പന്നമായിട്ടുള്ള, പിന്നെ തീർത്ഥാടന കേന്ദ്രമായിട്ടുള്ള പരുമലപ്പള്ളി, അതുപോലെ തന്നെ എടത്വാ പള്ളി. നമ്മൾ ഒരു മതേതരൻ തന്നെയാണ്, യഥാർത്ഥത്തിൽ മതേതരനാണ്. നമ്മളെ വർഗീയവാദിയാക്കുന്നത് മറ്റുള്ളവരാണ്. പിന്നെ എടത്വാ പള്ളി, അതുപോലെ ശബരിമല,
നമുക്ക് പണം വാരിക്കൊണ്ട് തരുന്ന ശബരിമല. ഈ ക്ഷേത്രങ്ങളൊക്കെ ഈ ദേവാലയങ്ങളൊക്കെ ഉണ്ടായിട്ടും എല്ലായിടത്തേക്കും ഒരു തീർത്ഥാടനം നല്ല രീതിയിൽ സുഗമമായിട്ട് പോകുന്നതിനോ ആ പിൽഗ്രിമേജ് സെൻറ്ററുകളൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് മോഡിഫൈ ചെയ്യുന്നതിനോ ഈ ആൻ്റണി എന്തോ ചെയ്തിട്ടുണ്ട്. അതൊന്നും വേണ്ട, അത് ഇപ്പം പറയാനൊന്നുമില്ല, എന്നും അതൊക്കെ അങ്ങ് നടന്നു പോക്കോളൂ എന്ന് പറയാം. പമ്പാ നദി എന്ന് പറഞ്ഞൊരു നദിയുണ്ടല്ലോ ഇവിടെ, പുണ്യ പമ്പ. 44 നദികളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നദി, ശബരിമലയിൽ നിന്ന് ഉത്ഭവിച്ചിങ്ങനെ വരുന്ന ആ നദിയിലെ ആ നദിയുടെ തീരം, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിശേഷങ്ങളാണ് ചെറുവപ്പുഴ മണപ്പുറത്തെ ഹിന്ദുമത കൺവെൻഷനും മാരാമൺ കൺവെൻഷനും, ക്രിസ്ത്യാനികളുടെ മാരാമൺ കൺവെൻഷനും. ഇപ്പം ചെറുവപ്പുഴ മണൽപ്പുറം അവിടുത്തെ അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും ചേർന്ന് ആ മണൽപ്പുറം സംരക്ഷിച്ചിട്ടുണ്ട്. മണൽ കട്ട് വാരിക്കൊണ്ട് പോകാതെ അവർ കാവൽ നിൽക്കുന്നതുകൊണ്ട് അവിടെ നല്ലൊരു മണൽപ്പുറമുണ്ട്. അതേസമയം നിങ്ങൾ മാരാമൺ വന്നിട്ടുള്ളവർക്കറിയാം എന്തുവാ അവിടെ മണലുണ്ടോ, എന്തോ അവിടെ എന്ത് പ്രയാസപ്പെട്ടാണ് അവർ ആ കൺവെൻഷൻ നടത്തുന്നത്. അപ്പോൾ അല്ലെങ്കിൽ തന്നെ ആ കൺവെൻഷൻ നഗറിലോട്ട് പോകാനുള്ള വഴികളോ അല്ലെ ആ കൺവെൻഷൻ സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഒരു മോഡിഫൈ, ഇവിടെ നിന്നെല്ലാം തീർത്ഥാടകർ വരും, എല്ലാ മതവിഭാഗത്തിൽ നിന്നും വരും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും സൗകര്യങ്ങൾ ചെയ്യാനും ഈ ആൻ്റണിയുടെ ഫണ്ടിൽ നിന്ന് ഇത്ര 3 ടേം ഭരിച്ചിട്ട് MP ഫണ്ടില്ലേ, ഇവർക്ക് വിചാരിച്ചാൽ ഇവർ നല്ലൊരു പ്രോജക്റ്റ് വെച്ചാൽ അംഗീകരിക്കപ്പെടത്തില്ലേ? ഇവർ മുഴുവൻ പൈസയും, ഇവർക്ക് കിട്ടുന്ന മുഴുവൻ പൈസയും ഇവരെ ഈ നിയോജക മണ്ഡലങ്ങളിൽ ചിലവാക്കിയിട്ടുണ്ടോ? ഇവർക്ക് ചിലവാക്കണമെങ്കിൽ ഇവർ നല്ല പ്രോജക്റ്റ് വെക്കണം, അപ്രൂവൽ കിട്ടണം. അപ്പോൾ പ്രോജക്റ്റ് വെക്കത്തില്ല, കാട്ടിക്കൂട്ടി എന്തെങ്കിലും കാണിച്ച് കുറച്ച് പൈസ 5 വർഷം ആകാറാകുമ്പോഴത്തേനും തീർക്കും. അത് കുറച്ച് പേരുടെ കൈക്കൂലിയായിട്ടും പോകും, കുറച്ച് പേര് ടാറ് മണൽ വെതറി ചെറിയ റോഡുകളായിട്ട് പോകും, അല്ലെ വേറെ എന്തെങ്കിലും. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല, എനിക്കറിയത്തുമില്ല. പക്ഷേ ഇതൊന്നും നമ്മൾ കാണുന്നില്ല. ഇനി എഴുമറ്റൂർ ഭാഗത്തോട്ട് മല്ലപ്പള്ളി ഭാഗം നോക്കിയാൽ എൻ്റെ റിലേറ്റീവ്സൊക്കെ അവിടെ ആയതുകൊണ്ട് എനിക്കറിയാം. ഞാൻ സ്ഥിരമായിട്ട് പോകുന്നതാണ്. പഴുതോട് നിന്ന് എഴുമറ്റൂർ വരെയുള്ള വഴി, അതിപ്പം എൻ്റെ ബന്ധുക്കളെല്ലാം അവിടെ താമസിക്കുന്നു. ഞാനും അവിടെ ഒരുപാട് നാൾ താമസിച്ചു. ഒരു 25 അല്ല 30 വർഷമല്ല. എൻ്റെ ഈശ്വര, പടുതോട്ട് ചെല്ലുമ്പോൾ ഞാൻ എന്നും ആഗ്രഹിക്കും ഈ വഴി ഒന്ന് നന്നായിരുന്നേന്. പാറയും മറ്റും കയറ്റിക്കൊണ്ടുവരുന്ന ടിപ്പർ ലോറികളെല്ലാം വന്ന് റോഡ് നാറാണക്കല്ലായി. ഇപ്പം എങ്ങനെയൊക്കെ പാച്ച് വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നല്ല റോഡ് ഇതുവരെ അവിടെ നിർമ്മിച്ചിട്ടില്ല. ഇനിയും മല്ലപ്പള്ളിയിൽ നിന്ന് എഴുമറ്റൂർ വഴി കോഴഞ്ചേരിക്ക് വഴിയുണ്ട്. അതിൻ്റെ കഥ പറയേ വേണ്ട, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇതൊക്കെ ചെറിയ എനിക്കറിയാവുന്ന ചെറിയ കാര്യങ്ങളാണ്, ഇനി ഒരുപാടുണ്ട്. അതെല്ലാം പറയാനായിട്ട് സമയം അനുവദിക്കുന്നില്ല. പിന്നെ പത്തനംതിട്ടയിലെ ഒരു നല്ല വിദ്യാഭ്യാസ സ്ഥാപനം എന്തെങ്കിലും, കുറച്ച് കോളേജൊക്കെ ഉണ്ട്, അവിടെ പഠിക്കാൻ ആളുമില്ല. പിള്ളേരെല്ലാം അന്യ സംസ്ഥാനത്ത് പോയി എൻജിനീയറിംഗ് പഠിച്ചവരെല്ലാം ഇപ്പം ഇവിടെയുമില്ല, എല്ലാം രാജ്യം വിട്ടു. സാന്താമോണിക്കയാണ് അവരുടെ പ്രധാന അവരെ കൊണ്ടുപോകാനുള്ള അവരുടെ യൂണിവേഴ്സിറ്റി, ഇവിടുത്തെ സാന്താമോണിക്കയ. പിന്നെ അവരവിടെ കൊണ്ടുപോയി ഏതൊക്കെയോ യൂണിവേഴ്സിറ്റികൾ കടവും എടുത്ത് എല്ലാ പിള്ളേരും ഇങ്ങനെ പോകുന്നതിന് നമുക്കൊന്നും പറയാനൊക്കത്തില്ല, അവരെങ്കിലും ജീവിക്കണ്ടായോ. അപ്പം നല്ല കലാശാലകൾ അല്ലെങ്കിൽ നല്ല സ്ഥാപനങ്ങൾ, തൊഴിൽ അധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കാവുന്ന എന്തെങ്കിലും നല്ല സ്ഥാപനങ്ങൾ, പിന്നെ എന്തെങ്കിലും ഒരു വ്യവസായം. ഈ മലമ്പ്രദേശമുണ്ട്, താഴ്വരയുണ്ട്, എല്ലാമുണ്ട്, എന്തുണ്ട് ഇവിടെ. ഇവിടെ ഒന്നുമില്ല. ഇവിടുത്തെ ആളുകൾ വെളിയിൽ പോയി ജോലി ചെയ്ത് പൈസ അയച്ചുകൊണ്ട് ബാങ്ക് ലോണും എടുത്ത് നല്ല വാർപ്പ് കെട്ടിടങ്ങൾ വെച്ച് പത്തനംതിട്ട പോലെ സുന്ദരമായ സ്ഥലമാക്കി വെച്ചു. വടക്കേന്ത്യയിൽ പോയാൽ ശരി, ആ റോഡിൽ കൂടെ പോയാൽ നല്ല വീടൊന്നും കാണാനില്ല. നമ്മുടെ ഇവിടോ വലിയ മുട്ടം വീടുകൾ, എല്ലാവർക്കും വീട് വെക്കണം. ബാങ്കുകാരുടെ സഹായത്താലും പിന്നെ വെളി രാജ്യങ്ങളിൽ പോയ അവരവിടെ അധ്വാനിച്ച ഇങ്ങോട്ട് അയച്ചാൽ ഇപ്പം അത്ര അയക്കാനും പറ്റത്തില്ല. ഇപ്പം അവിടെ ചിലവ് കഴിയാനേ അവർക്ക് പറ്റത്തുള്ളൂ, അവിടെയും ചിലവ് കൂടി. അങ്ങനെ ആണ് നമ്മുടെ കേരളത്തിലെ ഓരോ ജില്ലകളും ഉയർന്നത്. അപ്പോഴും ഇവിടെ വ്യവസായമൊന്നുമില്ല, ഒരു ഇൻഡസ്ട്രിയിലൊന്നുമില്ല. ഇനി ആരെങ്കിലും ഒരാഗ്രഹത്തിൽ വന്ന് ഒരെണ്ണം ചെയ്താൽ, നമ്മൾ കഴിഞ്ഞിടെ എല്ലാം വായിച്ചല്ലോ, എല്ലാവർക്കും അത് 3-ാം ദിവസം കൊടിയും കുത്തി അവൻ ആത്മഹത്യ ചെയ്യുകയും ചെയ്യും. ഇനിയും കാർഷിക രംഗം നോക്കിയാലോ, എവിടെയെങ്കിലും കണ്ടമുണ്ടോ, എവിടെയെങ്കിലും പുഞ്ചയുണ്ടോ? ഉണ്ടായിരുന്നതെല്ലാം പോയി. പത്തനംതിട്ട കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം നികത്തി. അതുകൊണ്ട് തന്നെ ഒരു മഴ പെയ്താൽ റോഡിലെല്ലാം വെള്ളമായിരിക്കും. പിന്നെ തെങ്ങ് കൃഷിയുടെ അവസ്ഥ എന്തോ. അങ്ങനെ ഏതോ ഒരു രംഗം എടുത്തു നോക്കിയാലും, അങ്ങനെ ഞാൻ ഓരോന്നും എണ്ണമിട്ട് പറയാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടും അതത്ര എളുപ്പമുള്ള ജോലിയല്ലാത്തതുകൊണ്ടും ഞാൻ പൊതുവേ പറയുന്നത്, പുതുതായിട്ട് നമ്മളിപ്പോൾ ഇടതുപക്ഷം ഭരിച്ചു, വലതുപക്ഷം ഭരിച്ചു, മാറി ഭരിക്കുമല്ലേ.
നമ്മൾ പുതിയ ഒരാളിനെ നമ്മൾ ഏതെല്ലാം കാര്യത്തിൽ നമുക്ക് സെലക്ഷനുണ്ട്. കടയിൽ ചെന്നാൽ നമുക്ക് സെലക്ഷനുണ്ട്, സ്വർണം മേടിക്കുന്നിടത്ത് സെലക്ഷനുണ്ട് അല്ലേ, നമുക്ക് കല്യാണത്തിന് ചെറുക്കനെയോ പെണ്ണിനെയോ അന്വേഷിക്കുന്നിടത്ത് സെലക്ഷനുണ്ട്, വീട് വെക്കുന്നതിന് സെലക്ഷനുണ്ട്, എല്ലാത്തിനും സെലക്ഷനുണ്ട്. സെലക്ഷൻ നമുക്കില്ലാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ. അതെന്താണെന്നറിയാമോ? നമ്മളെ ഭരിക്കാൻ നമ്മുടെ കഴിവ് കൊണ്ട് നമ്മുടെ കയ്യെ മഷി പുരട്ടിയിട്ട് നമ്മൾ വോട്ട് ചെയ്തിട്ട് നമ്മുടെ അധികാരം ഉപയോഗിച്ച് നമ്മൾ ജയിപ്പിച്ച് നമുക്ക് വേണ്ടി വിടുന്ന മഹാന്മാരെ സെലക്ട് ചെയ്യാനുള്ള കഴിവ് കേരളത്തിലെ മനുഷ്യന് തുലവും തുച്ഛം. ഇത് പറയുമ്പോൾ ചിലരൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. നമ്മളൊരു വ്യക്തിയെ കാണുന്നുണ്ടെങ്കിൽ അവൻ നന്നായിട്ട് പ്രസംഗിക്കുന്നുണ്ട്, പിന്നെ അവരുടെ രാഷ്ട്രീയ പാർട്ടി മറ്റേ എതിർ പാർട്ടിയുടെ കുറ്റം വാതോരാതെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്ത് വീണുപോയി. ഇനി ടി വിയിലോട്ട് നോക്കിയാലോ, ഇനിയും പത്രം അങ്ങോട്ട് എടുത്താലോ, മനോരമ പത്രം അങ്ങോട്ട് എടുത്ത് നോക്കണം. അവർ പറയുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമാണ്, വേറൊന്നും രാജ്യം ഭരിക്കുന്ന പാർട്ടിയേ അവർ കാണത്തില്ല, ഈ രാജ്യത്തിൻ്റെ പുരോഗതിയെ അവർ കാണത്തില്ല. ഞാൻ അല്പം കൂടെ പറഞ്ഞ് പെട്ടെന്ന് നിർത്തിയേക്കാം. അങ്ങനെ പത്തനംതിട്ട ജില്ലയ്ക്ക് വികസനം കൊണ്ടുവരാത്ത എത്രയോ എം പിമാർ, എം എൽ എമാർ, അപ്പോൾ 7 നിയമസഭാ എം എൽ എമാരും ഒരു എം പിയും ഉള്ള ഈ പത്തനംതിട്ട ജില്ല കെ നായരുടെ സ്വപ്നം പൂവണിഞ്ഞിട്ടില്ല ഇന്ന് വരെയും. അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിന് നമുക്കൊരു ജില്ലയുണ്ടായി. എന്നും നമ്മൾ അവിടെ ഇങ്ങനെ എഴഞ്ഞെഴിഞ്ഞ് നമ്മൾ അവിടെ നിൽക്കുക, ഒട്ടും മുന്നോട്ട് പോയില്ല. നമ്മുടെ ജില്ലയ്ക്ക് വികസനം വേണം. ടൂറിസത്തിന് നല്ല സൗകര്യമുണ്ട്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിലായാലും ടൂറിസത്തിൻ്റെ മേഖലയിലായാലും കൃഷിയുടെ മേഖലയിലായാലും തീർത്ഥാടനത്തിൻ്റെ മേഖലയിലായാലും എല്ലാം നമ്മൾ വികസിക്കേണ്ടിയിരിക്കുന്നു. ഡെവലപ്മെൻറ്റ് നമുക്ക് ആവശ്യമാണ്. നമുക്ക് എം പി ഫണ്ട് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ എം പി ഫണ്ട് മാത്രമല്ല കേന്ദ്ര ഗവൺമെൻറ് നമുക്ക് പൈസ അനുവദിക്കും. കഴിവുള്ള എം പിമാരാണെങ്കിൽ തീർച്ചയായിട്ടും അനുവദിക്കും. കഴിവ് പോരാ, അവൻ്റെ ഗീശ വേർപ്പിക്കാനുള്ള കഴിവല്ല. പത്തനംതിട്ട എങ്ങനെ മോഡേൺ ആക്കാം, പത്തനംതിട്ട എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, പത്തനംതിട്ടയിലെ ഏതെങ്കിലും പാവങ്ങൾക്ക് വീടില്ലാതുണ്ടോ, കിടക്കാടമില്ലാതുണ്ടോ, ഇത് അന്വേഷിച്ച് അവന് വീടുണ്ടാക്കി കൊടുക്കാനുള്ള ഇവർക്ക് പൈസ ഇല്ല. എത്ര ലക്ഷമായി കിട്ടുന്ന ഇവർക്ക് ഓരോന്നും, അവരുടെ തനതായ ഫണ്ട് കൂടാതെ തന്നെ. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളവരെ വേണം തിരഞ്ഞെടുത്ത് വിടാൻ. ഈയിടെ പിന്നെ ടി വി ചാനലിൽ 2-3 പേര് വന്ന് നോക്കുമ്പോൾ ഒരു പത്രക്കാരനകത്ത്, പേര് ഞാൻ മറന്നുപോയി, ജോർജ് എന്നോ മറ്റോ ആണോ എന്നറിയില്ല, അദ്ദേഹം പറയുകയാണ്, നിങ്ങളെല്ലാം പറയുന്നു പിന്നെ ആൻ്റോ ആൻ്റണിയെ പിന്നെ നിർത്തി, പിന്നെ എന്തുകൊണ്ട് ആൻ്റോ ആൻ്റണിയെ പിന്നെ നിർത്തി, അയാൾ എന്തു കൊണ്ടുവന്നു, അങ്ങനെ ഇങ്ങനെ. അത് പിന്നെ പാർട്ടി നോക്കുന്നത് ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ നിർത്തുക എന്ന് മാത്രം. അപ്പം നമ്മൾ ജനങ്ങൾ കഴുതകളെ മണ്ടം കളിപ്പിക്കുമല്ലേ. ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ നിർത്തത്തുള്ളെന്നൊരു പത്രക്കാരൻ പറയുക. ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ നിർത്തി അവർ ജയിക്കുക. അപ്പം ജനങ്ങളായ കഴുതകളായ നിങ്ങൾക്ക് വേണ്ടിയാണോ നിർത്തുന്നതെന്ന് അയാൾ പച്ചയ്ക്ക് പറഞ്ഞു. അയാളുടെ അഭിപ്രായമല്ലത്, അതാണ് സത്യം. അത് അങ്ങേര് പറഞ്ഞതാണ്, പേര് ഞാൻ മറന്നുപോയി, ഒരു ചാനലിൽ കണ്ടതാണ്. അപ്പം അവർക്ക് ജയിച്ച് അവിടെ പോയി ഇരുന്ന് അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടി അവരുടെ പാർട്ടിയെ വളർത്താനും അവർക്ക് വളരാനും അവരുടെ ബന്ധുക്കാർക്ക് വളരാനും നമ്മൾ എം പിയെ അയക്കണോ? നമ്മുടെ നാടിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്നവരെ ഇതുവരെ ഉണ്ടായ പ്രയോജനങ്ങളെ വിലയിരുത്തിക്കൊണ്ട് വേണം നമ്മൾ പാർട്ടി BJP എന്നോ കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയൊന്നും നോക്കണ്ട. പക്ഷേ കേന്ദ്രത്തിൽ ആര് ഭരിക്കുന്നു അവരുടെ ഒരു എം പി പോയാൽ നമുക്ക് തീർച്ചയായിട്ടും മറ്റൊരാൾ പോകുന്നതിൽ പ്രയോജനം ഉണ്ടാകും. ചിലർ നമ്മൾ പറയാം ആൻ്റണി, നമുക്ക് ആൻ്റണിയെ ഭയങ്കര പൊക്കമായിരുന്നല്ലോ, ആൻ്റണി അഴിമതി വിരുദ്ധനാണ്, ആൻ്റണി കറപ്ഷനില്ല, ആനയാണ് കൂനയാണ്. 3 പ്രാവശ്യമാണ് മുഖ്യമന്ത്രിയായത്. കേന്ദ്രമന്ത്രിയായത് എത്ര പ്രാവശ്യമാണ്? എന്തെങ്കിലും അദ്ദേഹം ഈ കേരളത്തിന് വേണ്ടി എടുത്തു പറയത്തക്ക എന്തെങ്കിലും ചെയ്തോ? അതുകൊണ്ട് എന്നാലും അയാൾ ജനിച്ചപ്പോൾ തൊട്ട് ഇനി മരിക്കുന്നിടം വരെ കോൺഗ്രസ് ആയിട്ടും കരുണാകരൻ്റെ മോള് പത്മജ വന്നതുപോലെ അവർക്കും മനസ്സിലായി അതിൽ നിന്ന് അവർക്കിനി സ്ഥാനം കിട്ടാനാ വന്നെന്നൊക്കെ നമുക്ക് പറയാം. അവർക്ക് സ്ഥാനം കിട്ടാൻ വന്നെങ്കിൽ തന്നെ ആ കോൺഗ്രസിൽ സ്ഥാനം ഇല്ലാഞ്ഞിട്ടല്ലേ, അവർക്കിനി അവിടെ ഒരു സ്ഥാനം ഉണ്ടാക്കാനുള്ള സ്പേസ് ഇല്ല, അവിടെ ഒന്നുമില്ല, അത്രയ്ക്ക് അടിഞ്ഞു പോയതുകൊണ്ടല്ലേ അവർ വന്നേ. അപ്പം ആൻ്റണി എന്തെല്ലാം അധികാര സ്ഥാനങ്ങൾ കിട്ടിയ ഭയങ്കര പാർട്ടിയിൽ ഇത്രയും വളർന്ന ഒരു കോൺഗ്രസ് രാഷ്ട്രീയക്കാരൻ ഇന്ത്യയിൽ തന്നെ കാണത്തില്ല. അങ്ങനെ ഒരാളുടെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള വേറൊരു കാര്യം. അങ്ങേരുടെ മകൻ അതുകൊണ്ട് അത് ചെയ്യത്തില്ലെന്ന് നമ്മൾ പറയാമോ? അങ്ങേരെ ജയിപ്പിക്കാമോ? അപ്പോൾ അങ്ങേരെ മുഖ്യമന്ത്രിയാക്കാം, അങ്ങേര് നല്ലവനാണ്. അപ്പോൾ അങ്ങേരുടെ മോനും നല്ലവനായിരിക്കത്തില്ലേ? നമ്മളെന്താ അങ്ങനെ ചിന്തിക്കാത്തേ? ഒന്നുമില്ല, അഴിമതി ചെയ്യത്തില്ലല്ലോ.
നമുക്കൊന്ന് ചെന്ന് പറയാം. അതുകൊണ്ട് യുവാക്കളായിട്ടിരിക്കുന്ന പുതിയതായിട്ട് വന്നിരിക്കുന്നവർക്ക് അവസരം കൊടുക്കേ. ഇപ്പോൾ ഒരു എൻജിനീയറിങ് പാസ്സായ ഒരു കുട്ടി ഒരു കമ്പനി ഇൻ്റർവ്യൂവിന് ചെന്നു. എൻ്റെ മോൻ ഉൾപ്പെടെയുള്ള കാര്യം പറയാം. അവനിപ്പം അതൊക്കെ കഴിഞ്ഞു, അവൻ ജോലിയിലുമാണ്. എന്നാലും അനുഭവം പറയുക. ഉടനെ എക്സ്പീരിയൻസ് ഉണ്ടോ? ഇതാണ് കമ്പനിക്കാരൻ ചോദിക്കുന്നത്. എടാ, ഞാൻ നീ ജോലി തരാതെ എനിക്ക് എവിടെ നിന്ന് എക്സ്പീരിയൻസ്? അപ്പോൾ അനിൽ ആൻ്റണിക്ക് ഒരു ജോലി കൊടുക്കും നമ്മൾ, എന്നിട്ട് അവനെ നോക്കാം. എന്നിട്ട് അവൻ ചെയ്യുന്നുണ്ടോ, അങ്ങേര് ചെയ്യുന്നുണ്ടോ, അങ്ങേര് ചെയ്യുന്നില്ല, അന്നേരം നല്ലേ നമുക്കത് പറയുന്നത്. അല്ലാതെ ഇപ്പം അനിലാണ്ടി കഴിവില്ല. പിന്നെ അവൻ വാതോരാതെ കുറേ പ്രലോഭനങ്ങൾ പ്രസംഗിച്ചില്ലായിരിക്കും. പക്ഷെ അവൻ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ കമ്മിറ്റി വരെ എടുക്കണമെങ്കിൽ കഴിവില്ലാത്ത ആളാണോ? ഒരിക്കലുമല്ല. ഞാൻ അയാളുടെ കഴിവെന്ന് പറയുന്നത്, അയാൾ ഈ BJP വന്നില്ലെങ്കിലും അയാളെ പ്രധാനമന്ത്രി ആൻ്റണിയുടെ മകനായിടത്തോളം ഇഷ്ടം പോലെ സാമ്പത്തികം ഒന്നുമില്ല, ശമ്പള വനത്തിലേലും അവരുടെ കുടുംബത്തിലുണ്ട്, അയാൾക്ക് പഠിത്തവുമുണ്ട്. അപ്പോൾ അയാൾ വന്ന സ്ഥിതിക്ക് അയാളുടെ കഴിവുകൾ പാർട്ടിക്ക് നമുക്ക് പ്രയോജനപ്പെടും, നമ്മുടെ നാടിന് പ്രയോജനപ്പെടും. ആൻ്റണിയെ ഇഷ്ടപ്പെടുന്നവരാണ് പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ, രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ AK ആൻ്റണി നല്ലതെന്ന് പറയുന്നവരെ AK ആൻ്റണിയുടെ മോനും നല്ലതെന്ന് പറയാം. അപ്പോൾ AK ആൻ്റണിയുടെ മോന് അനിൽ ആൻ്റണിക്ക് വേണം നമ്മൾ വോട്ട് ചെയ്യാൻ. പിന്നെ നമ്മുടെ തോമസ് ഐസക്കിൻ്റെ കാര്യമൊന്നും പറയുന്നേ ഇല്ല ഞാൻ. അദ്ദേഹം ഏതിൻ്റെ ഡോക്ടറായാലും കൊള്ളാം. അദ്ദേഹം സമ്പദ് വ്യവസ്ഥയെ അങ്ങേയറ്റം കൂപ്പുകുത്തിപ്പിച്ച് നടുവൊടിച്ച് കേരളത്തിനെ സാമ്പത്തികമായിട്ട് എത്രമാത്രം നടുവൊടിപ്പിക്കാമോ അത്രമാത്രം സാമ്പത്തികമായ കേരളത്തിനെ കൂപ്പുകുത്തിച്ച ഒരു മന്ത്രി. അത് കഴിഞ്ഞിപ്പോൾ ഒരാളുണ്ട്, അങ്ങേരെന്തോ ചെയ്യാനാണ്, അങ്ങേർക്ക് പിന്നെ അത്രയ്ക്കുള്ള കഴിവും കാര്യങ്ങളും ഒക്കെ ഉള്ളൂ. അങ്ങനെയുള്ള ഒരാൾ പത്തനംതിട്ട വന്നിട്ട് ഇനി അങ്ങേരെ കൊണ്ട് നമുക്ക് എന്തോ നേടാനാ? അങ്ങേര് യോഗ്യനാണ് അങ്ങേരുടെ വ്യക്തിപരമായിട്ട് നോക്കുമ്പോൾ. ആൻ്റണി യോഗ്യനാണ്. പക്ഷെ നമുക്ക് ജനങ്ങൾക്ക് വേണ്ടത് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയിൽ പോയിരുന്ന് നമുക്ക് കാര്യം സാധിച്ചു കൊണ്ടുതരാൻ, നമ്മൾക്ക് എന്തെങ്കിലും പ്രോജക്റ്റ് കൊണ്ടുവരാൻ, നമ്മുടെ ജനങ്ങൾക്ക് പ്രയോജനമുള്ള എന്തെങ്കിലും ചെയ്യുന്ന ഒരു വ്യക്തിയെ വേണം നമ്മൾ ഇവിടുന്ന് ജനപ്രതിനിധിയായിട്ട് തിരഞ്ഞെടുത്തയക്കാൻ. അതുകൊണ്ട് അനിൽ ആൻ്റണിക്ക് വോട്ട് ചെയ്യണമെന്നാണ് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അത് ഇപ്പോൾ ഒരുവിധപ്പെട്ട എല്ലാ ആളുകൾക്കും തിരിച്ചറിവായി, എല്ലാ പാർട്ടിയിലെയും. പിന്നെ എന്നാലും എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളോട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് സ്വീകരിക്കാം, നിരാകരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും സ്നേഹത്തോടെ നമസ്കാരം.